നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. നേട്ടമുണ്ടാക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ആണയിട്ട് പറയുകയാണ്. സത്യത്തിൽ അത് ഈ കേരള രാഷ്ട്രീയത്തിനോടുള്ള ആണയിടലാണ് എന്ന് വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പിൽ തൃശൂർ, തിരുവനന്തപുരം കോർപ്പറേഷനുകൾ ബി.ജെ.പി. ഭരിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്ക്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നാണ് സധൈര്യം ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വെക്കാം, ഒരു മുനിസിപ്പൽ കൌൺസിലറെ യു.ഡി.എഫിന് അധികമുണ്ടാകാൻ സാധിക്കുമോ? അത് വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ ബി.ജെ.പി. തയ്യാറാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. സത്യത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന ആ വനിതയുടെ, അധീര വനിതയുടെ നമുക്ക് വേണമെങ്കിൽ പറയാം, ആ വനിതയുടെ ശക്തമായ നിലപാടും ശക്തമായ മനസാന്നിധ്യവും രാഷ്ട്രീയത്തിനോടുള്ള വിശ്വാസവും ഈ കേരള സമൂഹത്തോടുള്ള വിശ്വാസവും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തന്നെ സംബന്ധിച്ച അടുത്ത ചിന്ത തെരഞ്ഞെടുപ്പാണ് എന്നും അല്ലാതെ മറ്റൊന്നുമല്ല എന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശൂർ, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കും. താഴെ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള പാവപ്പെട്ട പ്രവർത്തകന്മാരെ മുനിസിപ്പൽ ചെയർമാൻമാരായിട്ടും കൌൺസിലർമാരായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടും ഇരുത്തുവാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതിന് പാർട്ടി പൂർണ്ണ സജ്ജമാണ്. അത് മാത്രമാണ് തന്റെ മനസ്സിലുള്ളത്. പാർട്ടിയുടെ സംഘടനാ ഘടകം നാളിതുവരെ ഏൽപ്പിച്ച എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ജോലിയും കൃത്യമായി ചെയ്തു തീർത്തിട്ടുണ്ട് എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണമെന്ന തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തുവെന്നും ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരാളാണ്, ഒരു സാധാരണക്കാരിയാണ് താനെന്നാണ് ശോഭ വ്യക്തമാക്കുന്നത്. പ്രമീള ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി സംസ്ഥാന അധ്യക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നും ശോഭ വ്യക്തമാക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എന്താണ് പറയേണ്ടത്? നേതൃത്വത്തിൽ മാറ്റം വേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ശോഭാ സുരേന്ദ്രൻ നൽകിയില്ല. അതിന് വ്യക്തമായ മറുപടി കുമ്മനം രാജശേഖരൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹത്തെക്കാൾ വലിയ ആളല്ല താനെന്നും ശോഭ വ്യക്തമാക്കുകയാണ്. ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ബി.ജെ.പി. പ്രവർത്തകർ സ്ഥാപിച്ചു എന്ന രീതിയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ഈ പോസ്റ്ററുകളിലും വാർത്തകളിലും യാതൊരു ആധികാരികതയുമില്ല എന്ന് ശോഭ വ്യക്തമാക്കുകയാണ്. അർദ്ധരാത്രിയിൽ ആർക്ക് വേണമെങ്കിലും ഈ പോസ്റ്റർ ഒട്ടിക്കാം. സംസ്ഥാന അധ്യക്ഷൻ നൽകിയ പ്രസ്താവന വാർത്തയാക്കുന്നത് പോലെയാണ് ബി.ജെ.പി. നേതാക്കൾക്കെതിരെ പല വാർത്തകളും ചില മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായി നൽകിയത് എന്നും ശോഭ വ്യക്തമാക്കുകയാണ്. അതേസമയം ബി.ജെ.പി. നേതൃയോഗം കൊച്ചിയിൽ തുടരുകയാണ്. ശോഭാ സുരേന്ദ്രൻ ആരെയും അട്ടിമറിച്ചിട്ടില്ല എന്നും അങ്ങനെ അട്ടിമറിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല ബി.ജെ.പി. എന്നും കെ സുരേന്ദ്രൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കൊച്ചിയിൽ നേതൃയോഗം ചേർന്ന ബി.ജെ.പി. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് യോഗം വിളിച്ചിട്ടുള്ളത് എങ്കിലും ഉപതെരഞ്ഞെടുപ്പിലെ ഫലത്തിന്റെ വിലയിരുത്തൽ ഉണ്ടായേക്കുമെന്ന സൂചനയുമുണ്ട്. കോൺഗ്രസും അർബൻ നക്സലുകളും തീവ്രവാദികളും ഇടതുപക്ഷവും ചേർന്ന ഭരണഘടനയെ തകർത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് രാജ്യം ഇന്ന് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന നേതൃയോഗത്തിന് മുന്നോടിയായി ബി.ജെ.പി. നേതാക്കൾ പ്രതിജ്ഞയെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴെല്ലാം കോൺഗ്രസ് ഈ ഇ.വി.എമ്മിനെ കുറ്റപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിലാക്കുകയും ചെയ്തു എന്ന് സ്ഥിരമാണ് എന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുകയാണ്. പാലക്കാട്ടെ തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളോട് സുരേന്ദ്രൻ കയർത്ത് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി തനിക്കെതിരെ മാധ്യമങ്ങൾ ചവർ വാർത്തകളാണ് നൽകിയത് എന്നും സുരേന്ദ്രൻ ആക്ഷേപിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് 15 സീറ്റ് കിട്ടിയതും ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പിയതും ചർച്ച ചെയ്തില്ലേ എന്നും ബി.ജെ.പിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണ് എന്ന് അറിയാത്ത രീതിയിലാണ് 3 ദിവസമായി മാധ്യമങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നും സുരേന്ദ്രൻ പറയുകയാണ്. ഇന്നത്തെ യോഗം സജീവ അംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചുമുള്ളതാണ് എന്നും മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പ്രസിഡന്റ് സ്ഥാനം തെറിക്കുമെന്ന വാർത്തകൾ നിഷേധിക്കുന്നു എന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് ശോഭാ സുരേന്ദ്രനെ ഈ കോൺഗ്രസിലേക്ക് ചായ്ക്കാൻ, കോൺഗ്രസിലേക്ക് എടുക്കാനായി ഈ സന്ദീപ് വാര്യർ വഴിവെട്ടി തുടങ്ങിയെന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു. എന്നാൽ അതിനെയൊക്കെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നതായിരുന്നു ഈ കാര്യങ്ങൾ. കാരണം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജൈൻ കില്ലറാണ് ശോഭ എന്ന് പറയുന്നത്. ഈ വ്യക്തമായ പ്ലാനിംഗ്, വ്യക്തമായ നീക്കം, അടിസ്ഥാനപരമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നന്നായി അറിയാവുന്ന ഗ്രാഹ്യം എല്ലാം തന്നെ ശോഭാ സുരേന്ദ്രന്റെ വിജയത്തിളക്കം എല്ലാം ഇപ്പോഴും കേരളം ചർച്ച ചെയ്യാറുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഇവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച വലിയൊരു ശക്തയായ വനിതാ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ലാത്ത അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്
മനസ്സിലുള്ള ആ ഒരു വിടവ് നികത്താൻ ശോഭയ്ക്ക് കഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ മറുവശത്ത് വരുമ്പോൾ ശോഭ അത് കൊടുക്കാൻ തയ്യാറല്ല. തന്റെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ താൻ എന്താണെന്ന് അറിയുവാനും തനിക്ക് വേണ്ട സ്ഥാനം കൃത്യമായി എടുക്കുവാനല്ല, ജനങ്ങൾ നൽകുകയാണെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനും ശക്തയായ നേതാവാണ് താനെന്ന് സ്വയം അറിയാവുന്നയാളാണ്. പക്ഷെ അപ്പോഴും പാർട്ടി എന്തു പറയുന്നു അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുകയില്ല എന്ന കൃത്യമായി തന്നെ ശോഭ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ സാഹചര്യത്തിലാണ് വെല്ലുവിളിയുമായി ശോഭാ സുരേന്ദ്രൻ എത്തുന്നത്. ഈ ഘട്ടത്തിൽ ശോഭയുടെ വെല്ലുവിളി എങ്ങനെയായിരിക്കാം? ഈ കോൺഗ്രസ് എന്തായാലും വി ഡി സതീശന്റെ ഒരു രീതി എന്ന് തള്ളാനാണ് സാധ്യത. പക്ഷെ അപ്പോഴും നമുക്ക് നോക്കാം, ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു വാശി, തെരഞ്ഞെടുപ്പിലെ ശോഭയെ വാശി കയറ്റിയാൽ പിന്നെ ശോഭയെ പിടിച്ചാൽ കിട്ടില്ല എന്നൊരു പഴഞ്ചൊല്ല് സാധാരണഗതിയിലൊക്കെ ഉണ്ട്, ഒരു ചൊല്ല് സാധാരണഗതിയിലൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ശോഭയൊന്ന് അറിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസും പാലക്കാടും ഈ പറഞ്ഞ വെല്ലുവിളിച്ചതുപോലെ തന്നെ പുട്ടുപോലെ കയ്യിലിരിക്കുമെന്നൊരു നീക്കം എന്തായാലും പ്രവർത്തകർക്കിടയിലൊക്കെ തന്നെ ഉണ്ട്. ഈ പ്രവർത്തകർക്കിടയിൽ ശോഭയുടെ ഈ ഒരു വെല്ലുവിളിയൊക്കെ തന്നെ ആവേശം വരുന്നതാണ്. എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.